മെച്യൂരിറ്റി ഉള്ള സുഹൃത്തുക്കളെ സമ്പാദിക്കാൻ നോക്കുന്നതിന്റെ ഒരു ഗുണം. നമ്മളെ പ്രായക്കാരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അവര് നമ്മളെ കയ്യിൽ നിന്ന് പോയി പണിയാക്കാൻ പാടാ, നമുക്ക് അല്ലെങ്കിൽ ഈ പണിക്ക് പോടാ. ഞാൻ ഈ പഠിത്തം ഉപേക്ഷിച്ച് എങ്ങനെ ജോലിക്ക് നോക്കുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് പഴനി പോയി കഴിഞ്ഞാൽ ചന്ദനത്തിന്റെ കാതൽ കിട്ടും, 5 ഇവിടെ കൊണ്ട് കൊടുത്താൽ 2000 കിട്ടും. ഞാൻ ആ പണിക്ക് ഇറങ്ങാൻ നിന്നാളാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, അങ്ങനെ ഇറങ്ങിയിരുന്നെങ്കിലും നിങ്ങൾ ഇന്ന് എന്റെ പത്രത്തിൽ നല്ല ഗംഭീരമായിട്ട് എവിടെയെങ്കിലും വലിയ പട്ടപ്പേരൊക്കെ എനിക്ക് എന്തായാലും വരും, ഉറപ്പായിട്ടും വരും. അങ്ങനെ ഒരു ഫോട്ടോ കണ്ടായി. ഇത് ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്യുക. ഈ ഇപ്പൊ നമ്മൾ ഇത് കേട്ടോണ്ടിരിക്കുന്ന ആളുകളും സ്ട്രഗിൾ ചെയ്യുന്ന പീരീഡ്. ഇപ്പോഴും ഞാൻ ഒരു വൻ സക്സസ്ഫുൾ ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാത് മേഖലകളിൽ എനിക്ക് സക്സസ് ആവാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ മേഖലകൾ മാറി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ഞാൻ ട്രൈ ചെയ്യുന്ന മേഖലയിൽ ഞാൻ സക്സസ്ഫുൾ ആവാൻ സമയമെടുക്കും. എന്റെ ഇൻസ്റ്റാഗ്രാമോ എന്റെ സോഷ്യൽ മീഡിയയോ നോക്കിയാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് ആർക്കും അങ്ങനെ അറിയില്ല. അത് അറിയാത്തതിന്റെ കാര്യം എനിക്ക് തള്ളാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഞാൻ പ്രൊഡക്റ്റീവായിട്ട് പ്രൂവ് ചെയ്ത ശേഷം ഞാൻ പറയാം ഞാൻ എന്താ ചെയ്തത്. ഈ ആറ്റിറ്റ്യൂഡിലേക്ക് ഞാൻ മാറുന്നത് എവിടെയാണ്? അതെന്റെ മെച്യൂരിറ്റിക്കാൾ ഉപരി ഞാൻ മേഖലകൾ മാറുന്നുണ്ട്. ഞാൻ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സിൽ റേഡിയോ ഇല്ല.